നമുക്കിനി അടുത്ത ഒരു വിഷയം പരിശോധിക്കേണ്ടത് CPM ഈ വിഷയത്തെ എങ്ങനെ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം സമീപിക്കുന്നു എന്നുള്ളതാണ്. അവിടെ അഭിലാഷ് കൃത്യമായ ഒരു പക്ഷേ നോക്കുമ്പോൾ CPM-നെ സംബന്ധിച്ചോളം CPM നോട്ടപ്പുള്ളിയായിരുന്നു. ഒരർത്ഥത്തിൽ നോട്ടപ്പുള്ളിയാണ് CPM-നെ സംബന്ധിച്ചോളം. നോട്ടപ്പുള്ളി എന്ന് പറയുമ്പോൾ വിജയ അല്ലെങ്കിൽ ഞാൻ പിണറായി വിജയൻ എന്ന് ഞാൻ പറയില്ല, വിജയൻ എന്നേ പറയൂ. കണ്ണൂർ വിജയൻ നടക്കാൻ വളരെ ധാർഷ്ട്യത്തോടുകൂടി അതെന്താണ് ഈ ആരോപണം വന്നോ അതിനുശേഷമാണ്. ഞാനൊരു കാര്യം അഭിലാഷിനോട് പറയട്ടെ, ഈ സംയമനം രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സംയമനം, ഈ പോരിമ എന്നൊക്കെ ഈ സാധനങ്ങളൊക്കെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചുള്ള അത് ശരിയല്ല. അങ്ങനെ ഒരു പക്വതയില്ലാത്ത നിലയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആരോപണത്തിന് ശേഷം കുറച്ച് നാൾ വീട്ടിലിരുന്നല്ലോ, ആ സമയത്തിന് ശേഷം ശരീരഭാഷയാലും സംഭാഷണങ്ങളും എല്ലാം പോയപ്പോൾ ഒരു സ്വയം കുഴിച്ച കുഴിയായി മാറിയിട്ടുണ്ടോ ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് രാഹുലിന് എത്തപ്പെട്ടതിൽ? ഇതിപ്പോ CPM ആണെങ്കിലും BJP വെല്ലുവിളിക്കുകയാണ് പലപ്പോഴും. അതെ, മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. കാരണം കോൺഗ്രസിന്റെ നേതാവായി നിന്ന ഒരാൾക്കെതിരെ ആരോപണം കിട്ടുമ്പോൾ അത് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ അത് പ്രചരണ ആയുധമാക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടെ ഇന്നിപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ ചില വാചകങ്ങൾ വളരെ പ്രസക്തമാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ആ പെൺകുട്ടിയെ എത്തിച്ചത് അല്ലെങ്കിൽ എത്തിക്കാൻ ഇടയാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ തന്നെ പ്രവൃത്തികളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഒരു വാചകം കൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ആ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് വളരെ ഹീനമായ PR മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു പൊതുബോധം നിർമ്മിക്കാൻ ശ്രമിച്ചു, കോൺഗ്രസിന്റെ തന്നെ നേതാക്കളെ അപഹസിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നോക്കൂ, VD സതീശൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കേക്കച്ചൻ എന്ന് ആക്ഷേപിക്കപ്പെട്ടു. എന്തൊരു ഹീനമായിട്ടുള്ള വ്യക്തിയധിക്ഷേപം VD സതീശൻ കേട്ടു. ഒരു നിലപാടെടുത്തതിൻ്റെ പേരിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതിനെ എന്നിട്ട് എത്ര കോൺഗ്രസ് പ്രവർത്തകർ പിന്തുണച്ചു എന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്ന എത്ര കോൺഗ്രസ് പ്രവർത്തകർ VD സതീശനെ അന്യായമായി വ്യക്തിഹത്യ ചെയ്തിട്ട് കൂടെ നിൽക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞു? ഇത് ഈ PR പ്രതികരണം നടത്തി തോമസ് പോലും, അല്ലെങ്കിൽ അങ്ങനെ ഈ കോൺഗ്രസിലുള്ള വനിതകൾ നടത്തിയ പ്രതികരണങ്ങൾ, ഇപ്പോൾ വനിതകൾ പ്രതികരണം നടത്തുന്നതോ ഒരു തവണ പ്രതികരിച്ചവർ പിന്നീട് പ്രതികരിക്കാൻ മടിക്കുന്ന വിധത്തിലേക്ക് ഭയങ്കരമായിട്ടുള്ള സൈബർ ആക്രമണം, സൈബർ ആൾക്കൂട്ടങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ചില പേജുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പൊതുബോധ നിർമ്മിതിക്കൊക്കെ ശ്രമിച്ചു. അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ആത്യന്തികമായി കുഴി കുഴിക്കുന്ന, നേരത്തെ പ്രതീക്ഷ പറഞ്ഞതുപോലെ കുഴി കുഴിക്കുന്നതിലേക്ക് ഇടയാക്കി. പക്ഷേ ഈ CPM-ലേക്ക് വരുന്ന ആരോപണം എന്താണ്, ഇതിന്റെ ടൈമിങ്, ഇതെല്ലാം ഈ നേതാക്കന്മാർ അതൊരു രാഷ്ട്രീയ ഉപാധിക്ക് അപ്പുറത്തേക്ക് ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ UDF-ന് കഴിയും. അതായത് CPM ഇക്കാര്യത്തിൽ നല്ല രീതിയിലൊരു തിരക്കഥ ഒരുക്കിയിട്ടുണ്ട്, ആസൂത്രണം നടത്തിയിട്ടുണ്ട്. ഈ അൺടൈമിങ്, അതായത് സമയമല്ല, വളരെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ UDF അടക്കം സർക്കാരിനെതിരെയുള്ള പല വിഷയങ്ങളും മുൻനിർത്തി പ്രചരണം നടത്തുന്ന ഒരു ഘട്ടത്തിൽ ശബരിമല അടക്കമുള്ള വിഷയങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി CPM അടക്കം നടത്തിയ തിരക്കഥയുടെ ഭാഗമാണ് ഇപ്പോഴത്തെ പരാതി എന്ന് പറഞ്ഞാൽ CPM അതിൽ ഉത്തരം പറയേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഇതൊരു പരാതി എപ്പോൾ കൊടുക്കണമെന്ന് അവിടെ അഗ്രീവ്ഡ് ആയിട്ടുള്ള പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഇത്തരം വിഷയങ്ങളിൽ പരാതി കൊടുക്കുന്ന സമയത്തെ ഏതെങ്കിലും തരത്തിൽ സംശയദൃഷ്ടിയിലാക്കേണ്ട കാര്യമില്ല എന്ന് നിരവധി തവണ കോടതികളുടെ തന്നെ നിരീക്ഷണമുണ്ട്. അതുകൊണ്ട് പരാതി കൊടുത്ത സമയം ഇപ്പോഴാണ് എന്നുള്ളതൊന്നും ഒരു തരത്തിലും അതിനെ മോശമാക്കുന്ന കാര്യമൊന്നുമില്ല. അവർ പരമാവധി അവരെ ആ പരാതിക്കാരിയെ കണ്ട മാധ്യമപ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുണ്ട്, വലിയ ട്രോമയിലായിരുന്നു അവർ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട വേദനയിലൂടെ കടന്നു പോകുമായിരുന്നു. അപ്പോൾ അവർക്ക് ആ ട്രോമയെ അതിജീവിച്ച് പുറത്തു വന്നൊരു പരാതി കൊടുക്കാനുള്ള സ്വാഭാവികമായ സമയമുണ്ടല്ലോ. അതൊരു വ്യക്തിയുടെ ചോയ്സാണ്, അതൊരു വ്യക്തി തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിൽ ഇപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വിക്ടിമിന് അവരുടെ പരാതി ഉന്നയിക്കാതിരിക്കാനുള്ള കാരണമല്ല. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാലും നടന്നില്ലെങ്കിലും പ്രചരണം, മറ്റ് സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉണ്ടെങ്കിലും ഉണ്ടായില്ലെങ്കിലും. ശിവൻകുട്ടിയോട് ഇന്ന് മുകേഷിന്റെ കാര്യം ചോദിക്കുമ്പോൾ മുകേഷിന്റെ കാര്യത്തിൽ ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ മുകേഷിന്റെ കാര്യം ഒരർത്ഥത്തിൽ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ CPM-ന് അത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന് അത് ഉന്നയിക്കാൻ കഴിയും. മുകേഷിന്റെ കാര്യത്തിലും മറ്റ് MLA-മാരുടെ കാര്യത്തിലും ഒന്നും ഇതുവരെ രാജി എന്ന കാര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത്. രാജി എന്ന കാര്യമേ ഉണ്ടാകാതെ ഇരുന്നിട്ടുള്ളൂ. ബാക്കിയുള്ള അറസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അന്വേഷണം മറ്റു പലരും നേരിട്ടിട്ടുണ്ട്. മറ്റ് MLA-മാർ, എൽദോസ് കുന്നപ്പള്ളി അടക്കമുള്ള MLA-മാർ അന്വേഷണം നേരിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ രാജി വെക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിക്ക് സ്വന്തം ബോധ്യത്തിൽ, കോൺഗ്രസ് നേതാക്കൾ സ്വന്തം ബോധ്യത്തിലെടുത്ത തീരുമാനം നടപ്പാക്കാതിരുന്നത് സാങ്കേതികമായിട്ടല്ല കേട്ടോ, മറിച്ച് പാർട്ടിയെ ഉപയോഗിക്കാൻ വീണ്ടും ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക വഴി അനിവാര്യമായ ഒരു പ്രതിസന്ധി കോൺഗ്രസ് ഏറ്റുവാങ്ങി അല്ലെങ്കിൽ UDF ഏറ്റുവാങ്ങി എന്നുള്ളതാണ് ഇതിലെ കഥ.